ഫ്രണ്ട്സ്, എല്ലാവർക്കും നെറ്റ്ലിങ്ക് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ONT എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ONT അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മുടെ ONT അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ ഫെയിലിയർ, കറണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ സോഫ്റ്റ്വെയർ അതിൻ്റെ അനുസൃതമായിട്ടുള്ളതാണോ എന്ന് വെരിഫൈ ചെയ്യണം. CG323 RGW എന്ന് പറഞ്ഞ ONT ആണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് രണ്ട് ഹാർഡ്വെയർ വെർഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പറും ഹാർഡ്വെയർ വെർഷനും ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. അതിനനുസൃതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഫേംവെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കിട്ടാൻ വേണ്ടിയിട്ട് NETLINK.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുതിയ ഫേംവെയർ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ONTൻ്റെ ഹാർഡ്വെയർ വെർഷനും സോഫ്റ്റ്വെയർ ഇപ്പോഴുള്ള കറണ്ട് സോഫ്റ്റ്വെയർ വെർഷൻ അറിയാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഏത് IP-യിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ആ ഡീറ്റെയിൽസൊക്കെ അടിച്ച് യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക. ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് ക്യാപ്ച കോഡും കൂടി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഹാർഡ്വെയർ വെർഷൻ 1.0 ആണ്. അതുപോലെ സോഫ്റ്റ്വെയർ വെർഷൻ 1.0.16 ആണ്. അപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും പുതിയ അപ്ഡേഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടാബ് എടുക്കുക. എന്നിട്ട് അതിൽ NETLINK.com അടിക്കുക. ഈ ഒരു വെബ്സൈറ്റിലൂടെ ഏറ്റവും മേലെ കാണാൻ പറ്റും ഡൗൺലോഡ്സ് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാറ്റലോഗ്, ഫേംവെയർ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഫേംവെയറിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് മോഡൽ നമ്പർ അടിക്കുക. ഇവിടെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഫോർ ഹാർഡ്വെയർ വേർഷൻ 3.6 ആണ്. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർ ഹുവായി OLT ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നോർമലായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതാണ് ഈ ഫേംവെയർ ആഡ് ഓപ്ഷൻ. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നും കൂടി ലോഗിൻ പേജിൽ പോവുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മേലെ മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ താഴെ സബ് മെനുവിൽ അതും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫയൽ ഇവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. ആർ യു ഷുവർ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒന്നും കൂടി ഓക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ആദ്യം കുറച്ച് അപ്ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതിന് ശേഷം അപ്ഡേറ്റ് ആയി വരാനും കൂടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലോഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പോപ്പപ്പ് ചോദിച്ചു. എന്നിട്ട് വന്നപ്പോൾ നമ്മൾക്കറിയാം ആദ്യം ലോഗിൻ ചെയ്തപ്പോൾ വെരിഫിക്കേഷൻ കോഡൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയത് വന്നു, അതിൽ വെരിഫിക്കേഷൻ കോഡൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പാസ്വേഡൊക്കെ അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. പാസ്വേഡ് അടിച്ചു, ക്യാപ്ച കോഡ് അടിച്ചു, ലോഗിൻ കൊടുത്തു. അപ്പോൾ കണ്ടോ, പുതിയ അപ്ഡേഷനിൽ വന്നാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് STD ONU 101 ആയിട്ടുള്ള പാസ്വേഡ് മാറ്റിയിട്ട് പുതിയ പാസ്വേഡ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 1.0 നേരത്തെ 16 ആയിരുന്നു. ഇപ്പോൾ 3.5 പറഞ്ഞ വെർഷനിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ടെക് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. എങ്ങനെ കൂടുതൽ വിശദീകരിച്ച് ONT അതുപോലെ OLT കോൺഫിഗറേഷൻ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കണം. പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വന്ന് കാണാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. See you. Bye bye.